കോപ്പ ചരിത്രത്തിലെ രണ്ടാം കിരീടത്തിനരികിലാണ് കൊളംബിയ. സെമിഫൈനലിൽ ഉറുഗ്വേയെ തോൽപ്പിച്ചാണ് കൊളംബിയയുടെ മുന്നേറ്റം. പകുതിയോളം സമയം 10 പേരുമായി കളിച്ചാണ് കൊളംബിയ ഉറുഗ്വേയെ വീഴ്ത്തിയത്. കോപ്പ ആരംഭിക്കുമ്പോൾ ഉറുഗ്വേ, ബ്രസീൽ, അർജന്റീന എന്നീ ടീമുകൾക്കാണ് കിരീടം നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചിരുന്നത്. എന്നാൽ ഫൈനലിലെത്തിയപ്പോൾ അർജന്റീനയ്ക്കൊപ്പം തന്നെ കിരീടം നേടാനുള്ള സാധ്യത കൊളംബിയയ്ക്കും കൽപ്പിക്കുന്നുണ്ട്. നായകൻ ഹാമിഷ് റോഡ്രിഗസ് തന്നെയാണ് ടീമിന്റെ കുതിപ്പിന് പിന്നിലെ നിർണായക താരം. ടൂർണമെന്റിൽ 5 മത്സരങ്ങൾ കളിച്ച റോഡ്രിഗസ് 6 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും 1 ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട്. 2014 ലോകകപ്പിൽ വരവറിയിച്ച താരം 10 വർഷങ്ങൾക്കിപ്പുറം സമാനമായ പ്രകടനം തന്നെയാണ് കൊളംബിയയ്ക്ക് വേണ്ടി നടത്തുന്നത്. കൊളംബിയയുടെ ആക്രമണങ്ങളുടെ അച്ചുതണ്ടായി പ്രവർത്തിക്കുന്ന റോഡ്രിഗസ് ഉറുഗ്വേക്കെതിരായ അസിസ്റ്റ് സ്വന്തമാക്കിയതോടെ ലയണൽ മെസ്സിയുടെ റെക്കോർഡ് മറികടന്നിരുന്നു. ഒരു കോപ്പ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എന്ന റെക്കോർഡാണ് താരം സ്വന്തമാക്കിയത്. 2021 കോപ്പ അമേരിക്കയിൽ മെസ്സി നേടിയ 5 അസിസ്റ്റുകളുടെ റെക്കോർഡാണ് പഴങ്കഥയായത്. റോഡ്രിഗസിന്റെ കുതിപ്പിൽ കുതിക്കുന്ന കൊളംബിയ ഫൈനലിൽ അർജന്റീനയ്ക്ക് വെല്ലുവിളിയാകുമെന്നുറപ്പാണ്. വളരെയധികം ആവേശത്തോടെ കളിക്കുന്ന കരുത്തരായ താരങ്ങളുടെ സംഘമായ അവരെ പിടിച്ചുകെട്ടാൻ അർജന്റീനയ്ക്ക് കഴിയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.